ഗൈസ് വെൽക്കം ബാക്ക് അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഇന്നലത്തെ വ്ളോഗ് ഞങ്ങളുടെ മൂഞ്ചി റാശിയെ. അപ്പൊ ഇന്ന് നമ്മള് പരപ്പനങ്ങാടി ബീച്ച് പോണ്. അജ്മലിൽ ചോദിച്ചോട്ടെ, അജ്മലിപ്പോ ഞങ്ങൾ കൂട്ടും പോയിട്ട്. സുഫൈദെ മറിഞ്ഞിക്കല്ലേ ഇന്നുപോലും ഉണ്ട്. സുഫൈദ് വെൽക്കം അവർ ന്യൂ വ്ളോഗ്. അപ്പൊ എന്തായാലും തുടങ്ങിയാലോ. നമ്മൾ വ്ളോഗ് ഫോക്കസ് ചെയ്യുന്നു യൂട്യൂബില്. അപ്പൊ ഏതായാലും അജ്മൽ എടുത്തിട്ട് വരാം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ അജ്മലിന്റെ വീട്ടിലെത്തി. ഞാൻ അജ്മൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണിച്ചു തരാം. അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവന്റെ അമ്മ ഉണ്ടാ ഇമാന്ന് പറഞ്ഞിട്ട് കാര്യ ചീത്തപ്പേരൊക്കെ ഞങ്ങള് വൈക്കാൻ ഉണ്ടാക്കും. ഈമാളിലൊക്കെയാണ് കണ്ടാ മേലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ എന്താ ബർക്കത്തുള്ളടാ. ഈമാന്റെ നിറ കൂടെ വരുന്നുണ്ട്. ടാട്ടട നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ചെക്കന്റെ പേര. അങ്ങനെ അജ്മൽ വെൽക്കം ബാക്ക് അവർ ന്യൂ വ്ളോഗ്. എന്നൊരു പപ്പടി നേരെ പെട്രോൾ പമ്പ് പോവാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് എണ്ണ അടിച്ച് റാഷിനെ കാത്തുക. റാഷി പോലെ റെയിൻകോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. റാഷി വരട്ടെ. ശിവിന് വിട്ട് ശിവിനെ കാണിച്ചാ ഷാഹിദാണ് പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കണേ. ശിബിലെ ബില്ല് വള്ളൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി കേക്ക് കൊല്ലത്തിന് ശേഷം വണ്ടി കേക്ക്. നമ്മുടെ വിജയാണ് ഇത്, നമ്മുടെ വിജയം. എന്താ വരുന്നു മൂന്നാൾ മാസ്ക് കിട്ടിങ്ങനെ. ഹലോ മൈ ഗായ്സ്. അങ്ങനെ റാഷി എണ്ണ അടിക്കണ്ട്. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ റാഷി ഇന്നലത്തെ വ്ളോഗ് ഒരു മൂഞ്ച വ്ളോഗ്. ഞങ്ങൾ യൂട്യൂബിൽ ഞാൻ അത്ര ലോക്കൽ വ്ളോഗ് ഇടാൻ പാടില്ല. ഞങ്ങൾ മറ്റേ തട്ടിക്കൂട്ടി വ്ളോഗ് ഇട്ടില്ല. നല്ല വ്ളോഗ് ഇല്ല. ഈ മണ്ണ കാരണം തട്ടിക്കൂട്ടണേ. അതിന് ഏഴ്ച കഴിയുമ്പോ എന്താ ഇട്ടോ വിചാരിച്ചിട്ട് ഇട്ടാ കേട്ടോ, വേറെ ഒന്നുമല്ല. മാസ്ക് കിട്ടി ഇറങ്ങിയിരിക്കണേ. കൊറോണ പോയിട്ടില്ല ഇപ്പോഴും. മാസ്ക് ഇട്ട് ഇറങ്ങിയിരിക്കണ റാഷി. ബില്ലൊക്കെ എടുത്ത് സേവ് ചെയ്തൊക്കെ ഉണ്ട്. ആറാനെ കൊണ്ട് പോട്ടെ പോട്ടെ. അപ്പൊ അവിടെ എത്തിയിട്ട് എവിടേക്കാ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നല്ലത് നാടിയും കണ്ണടമ്മക്ക് അറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മൂഞ്ചിച്ചിരിക്കുകയാണ് ഇപ്പൊ തന്നെ. സ്റ്റാർട്ടിങ് തന്നെ കോട്ടിടാൻ പാടില്ല, അതൊരു രസം കിട്ടൂല. അല്ല റാഷിയ പറഞ്ഞു കൊടുക്ക്. ടൈറ്റാനിയം ഫാമിലി കേട്ടോ. നമ്മൾ പിന്നെ ഒരു ഫാമിലിയിലില്ല. എന്തെങ്കിലും ഒരു ഫാമിലി വരും. ഒറിജിനലാട്ടാ. പക്ഷെ എന്താടാ പില്ലായിക്കണ്. അത് ഇപ്പൊ തന്നെ കൊള്ളണ്ട മായ ചടക്കും. ടൈറ്റാനിയം ലൈഫ് ഞാൻ കൊണ്ടയാ കട്ട് ചെയ്തേക്കണോ. സുഫേര, ഈ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഫുഡ് നല്ലോണം അടിക്കണം. എന്നൊക്കെ ഫുഡ് അടിക്കാൻ വിളിച്ചാണ് ഞാന്. ഓക്കെ അല്ലേ? ഞാൻ കുറച്ചല്ലേ കഴിക്കുള്ളൂ അല്ലേ. അതായത് റാഷിന്റെ പ്രതീക്ഷ പിന്നെ പ്രോട്ടീൻ അല്ലേ. റാഷി തിന്നുന്ന മൊത്തം കേട്ടാ പോലെ. അപ്പൊ എന്തായാലും മഴ മാറുക കുറച്ചേരം നോക്കാം സുബൈദ. അപ്പൊ എന്തായാലും മഴ മാറിയിട്ട് വരാം. ഓക്കെ. ചാർജർ എടുത്തിട്ടില്ലേ ഇനിയിപ്പോ ചാർജർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചങ്ങട്ടിക്ക് വീട്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അഡ്വഞ്ചർ റൈഡാണ്. ചാർജർ എടുക്കാൻ മറന്നു. വീണ്ടും ഷാഹിദിന്റെ പേരേക്ക്. ഇന്ന് ഷാഹിദിന്റെ പേര് കാണിച്ചില്ല എന്ന് പറയണ്ട. എന്റെ പേരെ കാണിച്ചില്ല എന്ന് എന്റെ പേരെ ഞാൻ കാണിച്ചു കൊടുത്തേക്കണ. എന്റെ പേരെ ഞാൻ പാട്ടിന്റെ ശബ്ദം കുറച്ചാ പറഞ്ഞു. ചാർജർ ഏതോ അടുപ്പ് കൊണ്ട് ഇട്ടിക്കണു. ഇവിടെ വെച്ചില്ലടാ, എടുക്കാൻ മറന്നതാണ്. ഞങ്ങോട്ട് ഉടനെച്ചിന് നമ്മ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. ചാർജർ എടുത്തിട്ട് മോണങ്ങ. ഇതാണ് ഷാഹിദിന്റെ വീട്. എല്ലാരും വരുന്ന മാതിരി ടൈൽസും തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങുണ്ട്, പിന്നെ ഒരു മോനുണ്ട്. ഞാനും എന്റെ ഫ്രണ്ട് സ്കൂൾക്ക് പോവാറ് കൊണ്ട് മല. അപ്പൊ ഹൈവേ എത്തിയിട്ട് വരാം. ഓക്കെ.
അങ്ങനെ നമ്മള് ചിക്ബക്കിൽ എത്തിയിട്ട് ഇപ്പൊ തന്നെ കഴിക്കണില്ലല്ലോ പ്രാവശ്യം. ഓറഞ്ച് കിട്ടും. ബീച്ച് പോയിട്ട് വരാം. ബീച്ച് പോയിട്ട് വരും എന്തായാലും. ഓറഞ്ചോ പോടാ. ഞാനിവിടെ ഓറഞ്ച് മുള്ളുണ്ട് ഇവിടെ. പണ്ട് പണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പെട്ടു ഇങ്ങള് പേടി. ഓറഞ്ചിന്റെ സുഹൃത്തുക്കളെ നമുക്ക് നേരെ എന്താണ് ബീച്ച് പോയാലോ? ബീച്ചാണ് നേരെ കാണുന്നത്. പൈവച്ചിട്ട് കാണിച്ചരാം. ഇവിടെ നാടും മനുഷ്യൊന്നുമില്ല. ഇവിടെ കുറെ തന്താര് മാത്രമേ ഉള്ളൂ. നല്ലൊരു പറക്കത്തുള്ള ബീച്ച്. ഏ ഭാഗത്തൊക്കെ ആളുണ്ടാവുക പറയും ചൈതൻ. എങ്ങനെ ഏ ഭാഗത്തൊക്കെ ആളുണ്ടാവുക. ഫുള്ള് ഫോഗാണ് ഗൈസ്. കടലാണ്. ഇതൊന്നും കാണാതെ നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. ഹാർബർ. ഓ തെര ഇവിടെ എത്തിയല്ലോ. ഞാൻ ഇവിടെ എത്തിയാലോ? ഇതിവിടെ നിന്ന് നടക്കാൻ പറ്റും. കടലിന്റെ നടുകൂടി ആയിക്കൂടി നടന്നാലോ? അതാ അവിടെ കുറെ ആൾക്കാർ നടന്നുകൊണ്ട്. അപ്പൊ നിങ്ങൾ കടലിലൂടെ ഹലോ ഗൈസ്. അപ്പോ വെൽക്കം ബാക്ക് അവർ ബീച്ച് വ്ളോഗ്. ബീച്ച് വ്ളോഗ് രണ്ട് പുതിയ അതിഥികൾ. ഒരാളെ എപ്പോഴെങ്കിലൊക്കെ ചെക്കൻ ലുക്കാണ്. ചെരുപ്പാണ്ട് നായി കടിച്ച് ചെരുപ്പിട്ടൊക്കെ നായി കടിച്ച ചെരുപ്പ് മണ്ണിലിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഷാഹിദ ചെരുപ്പുണ്ടോന്ന് നേരത്തെ അജ്മലിന്റെ ചെരുപ്പുണ്ടോ ഞാൻ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ വാണിംഗ് ഒക്കെ തന്നിങ്ങനെ. പ്രവേശന നിരോധന പ്രവേശനം നിരോധിച്ചു. വേണ്ട ചായതേ. അത് കട്ട് ചെയ്താണ്ടി. കട്ട് ചെയ്തു. ലൈൻ കട്ട്. ആ കോപ്രായം. കിട്ടില്ല. ഫോട്ടോ എടുത്താലോ? വൈബ് എന്തുണ്ട് ചങ്ങായി ഇപ്പൊ മലബാറില് സംഭവം. ഇത് സീനാവും. ഫോട്ടോ അടിച്ചാലോ? അയിമന്നൊരു ഫോട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ബീച്ചിലെത്തി. ഇനി വ്ളോഗ് എങ്ങനെയാണ്? തന്തവായി വ്ളോഗല്ല, ഇങ്ങനെയാണ് വ്ളോഗ് ചെയ്ത്. ഞങ്ങൾ പുതിയ വ്ളോഗ്. അപ്പൊ നമ്മളിന്റെ ക്യാമറ ഇരിക്കട്ടെ. ഇതിലെങ്ങനെ പെട്രോൾ അടിക്കാം? ആ പെട്രോൾ ടാങ്ക് ഒന്ന് കാണിച്ചു തരുമോ? കുമ്പിട്ട് തപ്പ വരി. അതാ പെട്രോൾ ടാങ്ക്. പെട്രോൾ കണ്ടു. പെട്രോൾ ഇതല്ലേ നമ്മുടെ ഒരു ഓപ്പണിങ്. ഇതെന്തോടോ ചങ്ങായി? പാറക്കല്ല. മൊത്തം തട്ടണല്ലേ. പാറക്കല്ല് ഇങ്ങനെ എടുത്തേച്ചോ? പാറക്കല്ല് ഇങ്ങനെ എടുത്തേച്ചോ? ഇത് തൊട്ട് നോക്കി. ആ കല്ലുമ അടിക്കണ മാതിരി. അപ്പൊ ഇതാ റാശി കടലിൽ ചാടി യാത്രയാവുകയാണ്. ഇവിടെ നിന്ന് ചാടിയ മുങ്ങി. പ്രിയരെ നീ എന്നെ വരും, നീയലായി ഞാൻ കൂടെ മഞ്ഞിൽ കാറ്റായി. എന്താ നോക്കണ? ആയ നോക്കുക. ചെങ്ങായ ഇത് എൻഡ്ലെസ് ആയാണ്. ചൂണ്ടയിടാണല്ലോ കൊള്ളിയും വെച്ചാണ്ട്. ഒന്നുമില്ല. ചായ കമ്പനിക്ക് പോയി കൊടുക്കും. രണ്ട് തന്താര് ചവിട്ടി കൊടുക്ക. പോയിക്കോട്ടെ. ഒരേ പ്രായമുള്ള തന്തകൾ. രാശി തന്ത പോയി മറക്കല്ലേ. നാളെ കൊണ്ട് നമ്മൾ യുവാക്കളാണ്. അവിടെ വേറൊരുത്തൻ വേദന അറിയാൻ കരയും ഒരു കടൽ കാക്ക. ഇത് നാടൻ കാക്ക. അവിടുന്ന് അവിടെ പോകുമ്പോ അടുത്ത ക്യാമറ അടിച്ചു നോക്കൂടി. ഇറങ്ങി നടന്നോണ്ടി. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള പരപ്പനങ്ങാടി ബീച്ചിലാണ്. എനിക്ക് ഒരു മിനിറ്റ്.
അപ്പൊ ഞങ്ങൾ പരപ്പനങ്ങാടി ബീച്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കടലിന്റെ നടുവ് കൂടിയാണ് നടക്കുന്നത്. കടലാണ് ഇവിടെ. ഇവിടുന്ന് അപ്പുറത്ത് നോക്കിയ കടലാണ്. അപ്പൊ അപ്പുറത്തെ കടൽ ഞാൻ കാണിച്ചുതരാം. ഇതാ നോക്കൂ ഗൈസ്, ചുറ്റും കടലാണ്. ഇതാ മൊണ്ണൻ. ഇതിൽ കൂടിയാണ് മേക്കുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകും. ഇന്ന് നമ്മൾ ഫോണ് വെള്ളത്തിലേക്ക് ഇതാ കടൽ, ഫുള്ള് കടലാണ്. ചായ അവിടൊക്കെ കടൽ. ഇത് ആലോചിച്ചോ, ഇതൊക്കെ കടലിന്റെ നടുവിൽ കൊടുത്ത് ഇത് ഇവിടുന്ന് കൊടുത്തിട്ടേക്കാരം. അത് നോക്കി, അതൊക്കെ പോലെ കൊടുന്നിട്ടോളും. എനിക്ക് നോക്കണേ, വിസ്മയിച്ചു പോയി. പിന്നെ കൊടുന്നിട്ടോടെ, ഞാൻ കൊടുന്നിട്ടോടെ എല്ലാം. അപ്പൊ നമ്മൾ കടലിലെത്തി. ഇവിടെ ഫുള്ള് ചളിവെള്ളാണ്. കടലിലാണ് നമ്മൾ, കടലിലാണ് നിക്കണത്. നമ്മൾ കടലിലാണ് നിക്കുന്നത്. കേറോ ചായതും കടലിലേക്ക് കേറൂ. ഇതാ ഇവിടൊക്കെ കടലാണ്. ആകാശം നോക്കൂ. ഇത് നിങ്ങൾ കാണണ്ടേ? അത് മഞ്ഞിട്ടിട്ടാണ്, മഞ്ഞിട്ടിട്ടാണ് പ്ലൂട്ടോൺ ആക്കിയാണ് ചാർജ് വെക്കാൻ വേണ്ടിട്ട്. അല്ല മറ്റേ മഞ്ഞയും കുഞ്ഞൊന്നല്ല. ചാർജ് പ്ലസ് 60 ഹെർട്സ്. നല്ല ചാർജ് കിട്ടും. അപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. റാഷിയാണ് മികച്ച ഫോട്ടോഗ്രാഫർ. ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ അവാർഡ് ഗോസ് ടു റാഷി. കടല് വെള്ളം നോക്കി. വെള്ളം 2 കളറായിക്കുന്നത്. ഇത് ഇവിടെ അന്ന് ചളിമൊക്കെ അടിച്ചിട്ടല്ലേ? നോക്കൂ ഗൈസ്, ചളി വെള്ളം. അവിടെ വേറെ കളർ വെള്ളം. മണ്ണാനും കൂടി പറ്റില്ല. നല്ല മഴ പ്ലസ് ജെസിയുടെ താഴെ പോയിന്നാലോ. മൂട് എന്താ പറയാ, നല്ല കാറ്റ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ കടലിന്റെ നടുവിൽ. കടലാണ്, മൊത്തത്തിൽ കടലാണ്. നമ്മൾ നടുവിലാണ് നിൽക്കുന്നത്. മഞ്ചേരി ഇനി എന്താ നമുക്ക് കാണുന്നില്ല. പോവാം. ആ എത്തിങ് വരെ പോവാം. വന്നു എടാ അതെന്താണ് അവിടെ പോയി ഇറങ്ങുന്ന. നടന്നോടി കയ്യൊന്നും പെട്ടല്ലേ. ഏതറ്റം വരെ പോകാം. പുഞ്ചി മയത്ത് ആരടി കിളിമായിരിക്കണേ. ഇച്ച എന്നോട് പറഞ്ഞേക്കണില്ലേ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ. വാ ബീച്ചിക്ക് പോണോ? അപ്പൊ എന്തായാലും ബീച്ചിക്ക് പോണോ? ഇങ്ങനെ പോയാൽ അവിടെ വരെ പോവുള്ളൂ. ബീച്ചിൽ പോവാ. അപ്പുറത്ത് ചാടി തല വരെ പോണ്ടേ? തല വരെ പോയിക്കാണ് ഇങ്ങനെ പോയിക്കാണ്. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു തല വരെ പോയി. ബീച്ചിക്ക് എന്തായാലും പോണം. പിന്നെ അല്ല അപ്പൊ ഏതായാലും ബീച്ചിലെത്തിയിട്ട് കാണല്ലേ. ആ തലക്കെത്തിരിയാണോ? അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുന്നു. ഷാഹിദാണ് ക്യാമറ എടുത്ത് ഞാനാ നടന്നത്. അതിൽ പോയി വാ. അത് ഈ കറണ്ട് കമ്പനിക്കുള്ളതാണ്. ഓഹോ ക്യാമറ അതാ സുഹൃത്തുക്കളെ. നിന്നോടൊന്നും കാണില്ല. നമുക്ക് ഇങ്ങനെ നടക്കാം. ആജ്മല അടക്കണ മാതിരി പെട്രോൾ പമ്പ് കാണുന്നു. കൈ വയ്ക്കാലോ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ. ഒരാളിനെ മുതലാക്കി ക്യാമറ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ എന്തിനാ കൊടുന്നേ?
ഇതെന്താ മുതലാക്കിക്ക സജി? ഇന്നെ കൊറേ കാലം നടത്തിച്ചല്ലേ. ഇത് ഇവിടൊക്കെ കൊണ്ട് നിർത്തിക്കണേ അടുത്ത്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് ചിക്ബക്കിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എവിടെ വരുന്നേ? ലൊക്കേഷൻ നമ്മുടെ പരപ്പനങ്ങാടി ഹാർബറിൽ പോണ ഭാഗത്തിലെ നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അതല്ല നല്ലത്. ഈ ചെലവ് അജ്മലിന്റെ വകയാണ്. എന്റെ ഭാഗമൊന്നല്ല, എന്നാ സുബൈദിന്റെ വകയാണ്. ഓണത്തിന് ഷൂട്ടിന് വന്നാണ്. അതെ, പക്ഷെ പ്രമോഷൻ ഷൂട്ട് റൊമാൻറ്റിക്. ഇവരുടെ സെലിബ്രേഷൻ നോക്ക് ഹോട്ടലിന്റെ ലാസ്റ്റ് സെലിബ്രേഷൻ അല്ലേ. അപ്പൊ ഏതായാലും ഫുഡ് വന്നിട്ട് വേണം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വരാം. ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ സെറ്റ് ബൈ. ബൈ.